നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം വീണ്ടും മെഡിസപ്പ് തന്നെയാണ്. മെഡിസപ്പില് പെൻഷൻകാരുടെ കാര്യം മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. സംസ്ഥാനത്ത് നിലവിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും മെഡിസപ്പിലെ ഡേറ്റാസ് തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തേണ്ട സമയം സെപ്റ്റംബർ 15-നുള്ളിൽ തന്നെ തിരുത്തേണ്ടതാണ്. ഞാനിത് ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ മെഡിസപ്പിന്റെ കമന്റ് ബോക്സിൽ ഒരുപാട് എതിർപ്പുകൾ കാണാറുണ്ട്. അതിരൂക്ഷമായ വിമർശനങ്ങൾ എന്നെയല്ല, മെഡിസപ്പ് എന്ന് പറയുന്ന പദ്ധതിയെ പറ്റി കാണാറുണ്ട്. തീർച്ചയായിട്ടും ഞാനും ഈ മെഡിസപ്പിന്റെ വക്താവല്ല. ശരിക്കും ജീവനക്കാരെയും പെൻഷൻകാരുടെയും അവരെയും അവരുടെ പാട്ടിന് വിടണമെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാനും. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. നമുക്കിഷ്ടമുള്ള ഹെൽത്ത് ഇൻഷുറൻസിൽ ചേരാനുള്ള ഒരു അവകാശം ഇതുകൊണ്ട് നഷ്ടപ്പെടുക. നമ്മൾ ഒരു വർഷത്തിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 9,000 രൂപ പ്രീമിയം അടയ്ക്കുന്നുണ്ട്. ഈ പുതിയ മെഡിസപ്പ് രണ്ടാം ഘട്ടത്തിൽ 9,000 രൂപയോളം ഒരു വർഷത്തിൽ പ്രീമിയം ആയിട്ട് അടയ്ക്കുന്നുണ്ട്. അപ്പൊ അതിൽ എത്രത്തോളം എഫക്റ്റീവായിട്ട് നമുക്കതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുമെന്നുള്ള ഒരാശങ്ക ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉള്ളത് കൊണ്ടാണ് വളരെ നിശ്ചിതമായിട്ട് ഇതിനെ വിമർശിക്കുന്നത്. ഒരിക്കലും ഇത് ക്യാഷ്ലെസ് ആവുന്നില്ല. കുറച്ച് ഫുൾ എമൗണ്ട്, ക്ലെയിം എമൗണ്ട് ഫുള്ളായിട്ട് കിട്ടുന്ന ഒരുപാട് പരാതികൾ ഇതിനെ സംബന്ധിച്ച് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിമർശനം വരുന്നത്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ മെഡിസപ്പ് ഒന്നിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇതിൽ ലഭിക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നാൽ പോലും നമ്മുടെ ജീവനക്കാർക്കും പെൻഷൻകാരും ഏതായാലും ഇതിനകത്ത് പെട്ടു. അപ്പോൾ നമ്മൾ അതിൽ എന്തെങ്കിലും നമ്മളുടേതായ കുഴപ്പങ്ങൾ കൊണ്ട് അത് കിട്ടാതായി പോരാ. കാരണം നമ്മൾ പ്രീമിയം നമ്മുടെ നിന്ന് പിടിക്കുകയാണ്, നമ്മൾ അടയ്ക്കുകയല്ല, നമ്മുടെ നിന്ന് പിടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം നമുക്കറിയാം, പിന്നെ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് മിക്കവാറും ഒക്കെ നമ്മൾ ഓറിയന്റൽ ആയാലും ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ആയാലും ഒക്കെ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളാണ്. ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളായിരിക്കും. അപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അതിലുണ്ടാവും, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. ഒരുപാട് ഷെയറുകൾ അങ്ങോട്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇവരുടെ ഓറിയന്റൽ ഇൻഷുറൻസിന്റെ ആയാലും ന്യൂ ഇന്ത്യ ഇൻഷുറൻസിന്റെ ആയാലും മറ്റേതെങ്കിലും ഇപ്പോൾ HDFC ഇൻഷുറൻസിന്റെ ആയാലും ഏതിന്റെ ഇൻഷുറൻസിന്റെ ആയാലും ഒക്കെ അവർ വാങ്ങുകയും വെക്കുകയും ചെയ്യാണ്. അപ്പൊ തീർച്ചയായിട്ടും ക്യാപിറ്റൽ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അത് ലാഭം ഉണ്ടാക്കിയേ പറ്റൂ. അവര് ആ കമ്പനി നടത്തുന്നത് ലാഭം ഉണ്ടാക്കാനാണ്. അപ്പൊ ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അസുഖം ഒന്നും വരാത്ത ആൾക്കാരെടുത്തു നിന്ന് കിട്ടുന്ന എല്ലാ പൈസ എല്ലാം കളക്ട് ചെയ്ത് അസുഖം വരുന്ന ആളിന് കൊടുക്കുന്ന ഒരു സിമ്പിൾ പ്രോസസ്സാണ് ഇതിൽ നടക്കുന്നത്. എല്ലാവർക്കും മുഴുവനും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഈ പദ്ധതി പൊട്ടിപ്പോവും, കമ്പനി നഷ്ടത്തിലാവും. അപ്പോൾ ഒരു വർഷത്തിൽ അസുഖങ്ങൾ വരുന്ന ആൾക്കാർക്ക് അസുഖങ്ങൾ വരാത്തവരിൽ നിന്നുള്ള പ്രീമിയം കളക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുന്നു. കൊടുത്തതിൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് കമ്പനിയുടെ ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വീഴ്ചകൾ, നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഡേറ്റാസിലുള്ള തെറ്റുകൾ പോലും അവര് ഈ ക്ലെയിം റിജക്റ്റ് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട്. എന്തിനു വേണ്ടി ക്ലെയിം റിജക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ റിജക്റ്റ് ചെയ്യുന്ന എമൗണ്ടുകളൊക്കെ തന്നെ ആ കമ്പനിയുടെ ലാഭമായിട്ട് മാറും. അപ്പൊ ഇതൊക്കെ ബിസിനസ്സാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഏതായാലും ഇതിൽ പെട്ടു, എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒന്നും നമ്മളുടെ ഡേറ്റാസിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ മെഡിസപ്പിൽ നമ്മൾ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പ് നമുക്ക് മെഡിസപ്പ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് മെഡിസപ്പ് എടുത്ത് അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മെഡിസപ്പ് കേരള കിട്ടും.
ആ മെഡിസപ്പ് കേരള ലോഗിൻ ചെയ്ത് നമ്മൾ ഡി ഡി ഒമാർ ശ്രദ്ധിക്കുക. DDOമാർ അതിനെപ്പറ്റി മുൻകൂട്ടി ഒന്ന് പറഞ്ഞോട്ടെ. DDOമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, DDOമാർ എന്ന് പറഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും, ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ. അതായത് ഒരു ഓഫീസിലെ ജീവനക്കാർക്ക് അല്ലെ ഒരു സ്കൂളിലെ ജീവനക്കാർക്ക് ശമ്പളം വാങ്ങി നൽകുന്ന ഉദ്യോഗസ്ഥൻ ആരാണോ ആ സ്ഥാപനത്തിന്റെ DDO അദ്ദേഹമാണ്. ആ DDOമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതെങ്കിലും സാഹചര്യവശാൽ നമുക്ക് എന്തെങ്കിലും സാഹചര്യവശാൽ ഒരു കറക്ഷൻ നടത്താൻ കഴിയാതെ പോയാൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചേരും. നമ്മൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ആക്സിഡന്റ് ക്ലെയിം ഇൻഷുറൻസ് ഒരു നമ്മൾ ഒരു DDO, ഒരു ഓഫീസിലെ DDO പിടിക്കാൻ മറന്നുപോയി. ക്ലർക്കും പിടിച്ചില്ല, DDO. അപ്പോൾ ക്ലർക്കും DDOയും ആണ് ശരിക്കും അതിന് ഉത്തരവാദിത്വം. സാലറി പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ആക്സിഡന്റ് ക്ലെയിം ഇൻഷുറൻസിലേക്ക് വേണ്ട 500 രൂപ പിടിച്ചില്ല. സമയമായപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ, പണം പിടിക്കാത്ത ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടു. നമുക്കറിയാം ആക്സിഡന്റ് ക്ലെയിം ഇൻഷുറൻസിന്റെ ഒരു ഫുൾ എമൗണ്ട് എൻ്റെ ഒരു ഓർമ്മയിൽ 10 ലക്ഷം ആയിരുന്നു അന്ന്. ഇപ്പം എത്രയാണെന്ന് ഓർമ്മയില്ല. 10 ലക്ഷമായിരുന്നു. അവസാനം ഇത് കേസായി. പിടിക്കാത്തതിന്റെ ഉത്തരവാദിത്തം ക്ലർക്കിന്റെ അടുത്തും ആ DDOയിലേക്കും വന്നു. 10 ലക്ഷം രൂപ അവർ കൊടുക്കണമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഇതൊക്കെ ഈ നമ്മുടെ ക്ലെയിം എമൗണ്ടിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നാൽ, നമ്മളുടേതായ തകരാറ് കൊണ്ട് വന്നാൽ, ഒരു എംപ്ലോയി പറയുകയാണ് ഞാൻ DDOയ്ക്ക് കൃത്യമായിട്ട് എല്ലാ അപേക്ഷ കൊടുത്തതാണ്, DDO തിരുത്താൻ മറന്നു പോയതാണ് എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങളുടെ സ്വഭാവം ഒന്നും മാറും. അപ്പോൾ അതും ഞാൻ വേറെ രീതിയിലൊന്നും പറയല്ല, നമ്മളെല്ലാവരും കണക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെഡിസപ്പിൽ തിരുത്തൽ നടത്തുന്നത് DDOമാർ വളരെ ഗൗരവത്തിലെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് DDO കോഡ് ഉണ്ട്. DDO കോഡ് യൂസർ നെയിമായിട്ടും DDOയുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് അതിലേക്ക് വരുന്ന OTP എൻ്റർ ചെയ്തിട്ടാണ് നമുക്ക് ഇതിലേക്ക് കടക്കാൻ പറ്റുക, മെഡിസപ്പ് കേരള എടുത്തിട്ട്. പക്ഷേ ഈ DDO കോഡ് സെയിം ആയിരിക്കും. പക്ഷേ ഫോൺ നമ്പർ എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാപന മേധാവിയുടെ ഫോൺ നമ്പർ ആയിരിക്കും ചിലപ്പോൾ മെഡിസപ്പിൽ കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ആരുടെ പേരിലാണ് അത് നിൽക്കുന്നതെന്ന് അറിയാനുള്ള ഫോൺ നമ്പറും പേരും അടങ്ങിയ DDO ലിസ്റ്റ് ഇതിലുണ്ട്. മെഡിസപ്പിലെ DDO ലിസ്റ്റ് പരിശോധിച്ചാൽ അതിൽ ആരുടെ പേരിലാണ്, ഏത് ഫോൺ നമ്പറിലാണ് DDO മെഡിസപ്പിലേക്ക് കയറാനുള്ള ഒരു ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അല്ലാതെ നമുക്ക് അതിൽ ഹെൽപ്പ് ലൈന് ഓൾസോ അവൈലബിൾ. പിന്നെ നമുക്ക് ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് എംപ്ലോയിയുടെ സ്റ്റാറ്റസ് പരിശോധിക്കാം. എംപ്ലോയിയുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ നമുക്ക് കാറ്റഗറി സെലക്ട് ചെയ്യുക, പെൻ നമ്പർ സെലക്ട് ചെയ്യുക, പെൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് കൊടുക്കുക, ഡിപ്പാർട്ട്മെന്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ അങ്ങനെ ടൈപ്പ് ചെയ്ത് നമ്മൾ OTP ലഭിക്കും. OTP ലഭിക്കുമ്പോൾ നമ്മൾ സെർച്ച് പ്രിന്റ് ഓപ്ഷനിൽ സെർച്ച് നമുക്ക് കാണാം. പ്രിന്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ എംപ്ലോയീസിന്റെ ഡേറ്റാസ് ഉള്ള പ്രിന്റ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത്തരത്തിൽ അതിൽ മെഡിസപ്പ് ഇതിൽ കയറിയിട്ട് ലോഗിൻ ചെയ്ത് DDOമാർ കയറി നമ്മൾ ഇത്തരത്തിലുള്ള തിരുത്തലുകൾ നടത്തണം. ട്രാൻസ്ഫർ നടത്താനുണ്ടെങ്കിൽ അത് ചെയ്യണം. അല്ല മറ്റ് പുതിയ ആൾക്കാരെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനാണെങ്കിൽ അത് നമ്മൾ നടപ്പാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം DDOമാർക്കാണ്. ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇപ്പം മരണപ്പെട്ടു പോയ ആശ്രിതരെയൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പറയാനുള്ള ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ, എംപ്ലോയീസിനെ ഞാൻ പെൻഷനേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നില്ല. കാരണം പെൻഷനേഴ്സിൻ്റെ കാര്യം ഞാൻ പൂർണ്ണമായിട്ടും ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എംപ്ലോയീസിനെ സംബന്ധിച്ച്, നിലവിലുള്ള ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു 10-ാം തീയതി എന്ന് പറയുന്ന ഒരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ നോക്കണ്ട. നിങ്ങളുടെ DDOയിലെ പ്രത്യേക ഒരു ഫോമും വേണ്ട. നിങ്ങളുടെ സ്ഥാപനത്തിലെ DDO ആണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അന്നേരം ചെന്ന് പറഞ്ഞാലും അദ്ദേഹം അത് ചെയ്യിച്ചു തരും. അദ്ദേഹം എല്ലാം എഴുതി അങ്ങോട്ട് കൊടുത്താൽ അദ്ദേഹം രാത്രിയിൽ വേണമെങ്കിലും ചെയ്യിച്ചു തരും. അപ്പോൾ പ്രത്യേക ഒരു കട്ട് ഓഫ് ഡേറ്റ് എന്ത് തന്നെയായാലും നമ്മൾ സെപ്റ്റംബർ 15-നുള്ളിൽ DDOമാർ ഇത് തിരുത്തിയിരിക്കണം. എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ, തിരുത്തലില്ല എങ്കിൽ ആ വഴിക്ക് നമ്മൾ ചിന്തിക്കേ വേണ്ട, അത് അതുപോലെ പോയിക്കോട്ടെ. ഇതാണ്
പറയാനുള്ളത്. ആ പ്രത്യേക ഫോറത്തിന്റെ ആവശ്യമില്ല, പ്രത്യേക ഫോറിൽ വെള്ള പേപ്പറിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എഴുതുക, അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്താണ് ഉള്ളതെന്ന് വെക്കുക, നമ്മൾ DDOയ്ക്ക് കൊടുക്കുക. ഇതേ അതിൽ ചെയ്യാനുള്ളൂ. നമ്മളുടെ സ്വന്തം DDO ആണല്ലോ. അപ്പോൾ ട്രഷറി ഓഫീസർ എടുത്ത് കൊടുക്കുന്ന പോലെ, ട്രഷറി ഓഫീസർ എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് ഏരിയയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചെന്ന് പറയുമ്പോൾ ഒന്നും അദ്ദേഹത്തിന് സൗകര്യം ഉണ്ടാവില്ല, അവിടുത്തെ ക്ലർക്കിനും സൗകര്യം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ DDOമാരടുത്തുള്ള തിരുത്താവുമ്പോൾ നമ്മൾ ആ രീതിയിൽ ഒന്നുകിൽ അവിടുത്തെ ക്ലർക്കാണ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് പോയിരുന്ന് നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില ആൾക്കാരുടെ ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ, ഞാനിത് പിന്നെ ലോഗിൻ ചെയ്തിട്ട് എനിക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല, എൻ്റെ പ്രൊഫൈൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പ്രൊഫൈൽ ചിലപ്പോൾ കാണാൻ പറ്റാത്തതിന് പല കാരണങ്ങൾ, എന്തോ കാരണം ആയിക്കോട്ടെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ DDOയോട് പറയാം. DDO ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ പരിശോധിക്കാം. നിങ്ങൾ നേരിട്ട് കയറണ്ട. നിങ്ങൾ നേരിട്ട് കയറുന്ന റൂട്ടല്ല DDO കയറുന്ന റൂട്ട്. അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതിലേക്ക് പ്രൊഫൈലിൽ കാണാനുള്ള മാർഗം കിട്ടുന്നില്ല എങ്കിൽ, പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ DDOനെ കൊണ്ട് ലോഗിൻ ചെയ്യിച്ച് ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ പൂർണ്ണമായിട്ടും സെന്റൻസ് ബൈ സെന്റൻസ് നോക്കണം. വെറുതെ എന്തെങ്കിലും കാണിച്ചാൽ പോരാ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ച്, ആധാർ കാർഡിൻ്റെ നമ്പർ ശരിയാണോ എന്ന് നോക്കണം, നമ്മളുടെ അഡ്രസ്സിൽ എവിടെയെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് പരിശോധിക്കണം. നമുക്ക് അതിൻ്റെ താഴെ നമുക്ക് ID പറയുന്നുണ്ട്. ആ ID ചിലപ്പോൾ പണ്ട് കാലത്തുള്ള വോട്ടർ പട്ടികയിലെ നമ്പറും ഇതുമായിരിക്കും. അത് മാറ്റണമെങ്കിൽ മാറ്റാം. പാനൊക്കെ, ഡ്രൈവിംഗ് ലൈസൻസ്, പാന്, ഇതൊക്കെ ID ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ആ ഡോക്യുമെന്റ് നിലവിൽ നമ്മളെ കൈവശം ഇല്ലെങ്കിൽ നമ്മൾ ID അങ്ങ് മാറ്റിക്കളയാം, വേറൊരു ID നമ്മൾ അവിടെ ചേർക്കുക, അതിൻ്റെ നമ്പറും ചേർക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ ആശ്രിതര് ആരൊക്കെയാണ് അന്ന് തീരുമാനിക്കണം. ആ ആശ്രിതരൊക്കെ പേര് അവിടെ ഉണ്ടോ എന്ന് നോക്കണം. ആ ആശ്രിതരുടെ ഒക്കെ പിന്നെ ആധാർ കാർഡിന്റെ നമ്പർ അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ആ നമ്പർ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ അഡ്രസ്സിൽ തന്നെയായിരിക്കും നമ്മളുടെ ആശ്രിതരും നിൽക്കുന്നത്. നമ്മളുടെ അഡ്രസ്സ് ഏതാണോ അതിൽ തന്നെയായിരിക്കും നമ്മളുടെ ആശ്രിതരും ഉണ്ടാവുക എന്നതാണ് മറ്റൊരു പ്രത്യേകത. വേറൊരു ഇതെന്താന്ന് പറഞ്ഞാൽ, ചില ആൾക്കാർക്കുള്ള ഒരു പരാതി, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പേര് അക്ഷരം ഒന്നില്ല, അപ്പുറത്ത് കറക്റ്റ് ആയിട്ടുണ്ട് സാർ, പിന്നെ അതായത് മെഡിസപ്പിൽ കറക്റ്റാണ് സാർ, ഇനീഷ്യൽ അടക്കമുണ്ട്, എന്നാൽ ആധാറിൽ കറക്റ്റ് അല്ല. അപ്പോൾ ആധാറിൽ കറക്റ്റ് അല്ല എങ്കിൽ മെഡിസപ്പ് മിക്കവാറും സ്പാർക്ക് വഴി ശമ്പളം വാങ്ങുന്ന എല്ലാവരുടെയും സ്പാർക്കുമായിട്ട് ലിങ്ക് ആയിരിക്കും മെഡിസപ്പ്. അപ്പോൾ സ്പാർക്കിൽ ഒരിക്കലും നമ്മുടെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ തെറ്റൂലല്ലോ, തെറ്റായിരിക്കില്ല. തെറ്റാണെങ്കിൽ പിന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ തെറ്റാണെങ്കിൽ എപ്പോഴെങ്കിലും റിട്ടയർ ചെയ്യും, അല്ലെങ്കിൽ നേരത്തെ റിട്ടയർ ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നമാണ്. അതുകൊണ്ട് അവിടെ ഒരു തെറ്റുണ്ടാവില്ല. ആ സംഭവം എന്താണോ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ എങ്ങോട്ട് വരുന്നത്, ഈ പിന്നെ മെഡിസപ്പിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഈ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒന്നും നമുക്ക് തിരുത്താൻ മെഡിസപ്പിൽ കഴിയില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് തന്നെ ഒരാൾ ചോദിച്ചിരുന്നു, മെഡിസപ്പിലെ ആധാർ തിരുത്താൻ 2 പ്രാവശ്യം ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തി സാർ, ഇനി തിരുത്താൻ പറ്റുന്നില്ല, അപ്പോൾ ഞാൻ മെഡിസപ്പ് ID ഒന്ന് തിരുത്താൻ നോക്കിയാൽ, ഞാൻ പറഞ്ഞു നടക്കുമെങ്കിൽ നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ നടന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെത് മെഡിസപ്പ് മാത്രമായിട്ടൊരു പേരും ഒരു ഇനീഷ്യലും ഒക്കെ വെച്ച് ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് ഇങ്ങോട്ട് മാറ്റി വിടാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. മെഡിസപ്പും സ്പാർക്കിലെ ബയോഡേറ്റാസും തമ്മിൽ ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് അക്കാര്യം നമ്മൾ ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ അതവിടെ കറക്റ്റ് ആയിരിക്കും. എവിടെയാണോ തെറ്റ്, ആധാറിലെ തെറ്റെങ്കിൽ നമ്മൾ ആധാറിൽ തിരുത്തുക. ആധാറിൽ ഇപ്പോൾ അങ്ങ് ചെയ്തതിന് ശേഷം നമുക്ക് ആധാറിൽ തെറ്റുണ്ടെങ്കിൽ പിന്നെ തിരുത്താനുള്ള സംവിധാനങ്ങളുണ്ട്. അതെന്തെങ്കിലും അസുഖം വരുന്നതിന് മുമ്പ് തിരുത്തിയാൽ മതിയല്ലോ, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അത് ഗസറ്റഡ് ഓഫീസർമാരുടെ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആധാറിലെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ തിരുത്താവുന്നതാണ്. അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ആരും ഒരു നിസ്സാരമായി, എൻ്റെ ഒരു കാര്യം പോലെ നിങ്ങളോട് ഞാൻ പറയാണ്, ഒരു നിസ്സാരമായി കാണാതെ വളരെ സീരിയസ് ആയിട്ട് ഇതിനെ കാണണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് ഞാനൊന്ന് കടക്കാണ്. അതായത് നമുക്ക് 1/10/2025 15 ഇപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാല് 15-ാം തീയതി കഴിഞ്ഞാല് തിരുത്തിയിട്ട് കാര്യമില്ല എന്നാ.
ചിലപ്പോൾ തിരുത്താൻ പറ്റുമായിരിക്കും 15-ാം തീയതി കഴിഞ്ഞാൽ. ചിലപ്പോൾ ഗവൺമെൻറ് ഒരു 5 ദിവസം കൂടി തിരുത്താൻ നീട്ടിക്ക് തന്നൂടായികയൊന്നുമില്ല. പക്ഷെ 15-ാം തീയതി ഇപ്പം പറഞ്ഞിരിക്കുന്നത് 15-ാം തീയതി കഴിഞ്ഞ 15-ാം തീയതി കഴിയുന്നതോടുകൂടി ഡേറ്റ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്ക് ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ എന്ത് തലകുത്തി പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. പിന്നെ ആകെ ചെയ്യാവുന്നത് പിന്നെ പുതിയതായി ജനിച്ച കുട്ടിയെ ആഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അത് കുട്ടി ജനിച്ച് 1 മാസത്തിനുള്ളിൽ 90 ദിവസത്തിനുള്ളിൽ കുട്ടിയെ ആഡ് ചെയ്യണം. അതേപോലെ കല്യാണം കഴിക്കുന്ന ആൾക്കാരെ സ്പൗസിനെയൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ കല്യാണം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ സ്പൗസിലെ നമുക്ക് ആഡ് ഈ 2 പേരെ മാത്രമേ ആഡ് ചെയ്യാൻ ഉള്ള ഒരു അവസരം നമുക്ക് 15-ാം തീയതിക്ക് ശേഷം ലഭിക്കുകയുള്ളൂ എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക. ഇതിൻ്റെ കുറച്ച് ഈ പറഞ്ഞ കൂട്ടത്തിൽ കുറച്ച് വിശദാംശങ്ങൾ കൂടി ഞാൻ പറയട്ടെ. പിന്നെ നമ്മൾ 5 ലക്ഷം രൂപയാണ് ഇപ്പോൾ. കഴിഞ്ഞ മെഡിസപ്പിൽ നമുക്ക് 3 ലക്ഷം രൂപയായിരുന്നു ക്ലെയിം എമൗണ്ട്. ഇപ്പോൾ അത് 5 ലക്ഷം രൂപയാണ്. നേരത്തേത് 3 വർഷക്കാലത്തേക്കായിരുന്നു കാലാവധി. ഇപ്പോൾ ഈ ഇൻഷുറൻസിൻ്റെ കാലാവധി 2 വർഷമാണ്. 750 രൂപയാണ് പ്രീമിയം. അപ്പോൾ 750 രൂപ നമ്മുടെ ശമ്പളത്തിൽ നിന്നോ പെൻഷനിൽ നിന്നോ പിടിച്ച് അവർക്ക് അടയ്ക്കും. 1/10/2025 മുതലാണ് ഇത് ആരംഭിക്കുന്നത്. അതായത് വരുന്ന ഒക്ടോബർ 1-ാം തീയതി മുതലാണ് ഈ രണ്ടാമത്തെ വരുന്ന മെഡിസെപ്പ് ആരംഭിക്കുന്നത്. ഇത് പുതിയതിൽ വന്നതിൽ കാൽമുട്ട് പിന്നെ മാറ്റിവെക്കല്, ഇടുപ്പില് മാറ്റിവെക്കല്, പിന്നെ അതുപോലെ 10 തരം ഗുരുതര രോഗങ്ങൾക്ക് അവയവമാറ്റ ശസ്ത്രക്രിയക്കും പ്രത്യേകം പാക്കേജ് ഇതിലുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. അപ്പോൾ ഈ പാക്കേജിൽ കാൽമുട്ട് മാറ്റിവെക്കലുണ്ട്, ഇടുപ്പല് മാറ്റിവെക്കലുണ്ട്, പിന്നെ 10 തരം ഗുരുതര രോഗങ്ങൾ വേറെയുണ്ട്. അവയുടെ ലിസ്റ്റൊന്നും ഞാനിവിടെ വായിക്കുന്നില്ല. അത് പിന്നെ അതുപോലെ അവയവ മാറ്റ ശസ്ത്രക്രിയകൾക്കും പ്രത്യേക പാക്കേജ് ഉണ്ട്. ഈ പാക്കേജ് എന്ന് പറയുന്നത് ഇതിലെ എമൗണ്ട് അന്നേരം ഓരോ അസുഖത്തിനും വേറെ എമൗണ്ടുകൾ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇതിനായിട്ട് ഇൻഷുറൻസ് കമ്പനി 40 കോടി രൂപയുടെ അതിനായിട്ട് ഈ ഒരു ഫണ്ടായിട്ട് നീക്കി വെച്ചിരിക്കുക. ഈ പ്രത്യേകം അവയവമാറ്റ ശസ്ത്രക്രിയകൾക്കും കാൽമുട്ട് മാറ്റിവെക്കലിനും ഇടുപ്പലിനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് 40 കോടി രൂപയുടെ ഫണ്ട് നീക്കി വെക്കും. മറ്റൊരു സവിശേഷത എന്താന്ന് പറഞ്ഞാൽ അടിയന്തര സാഹചര്യങ്ങളിൽ പദ്ധതി ഇല്ലാത്ത ആസ്പത്രികളിൽ ഇപ്പം നമ്മൾ പിന്നെ എംപാനൽ ചെയ്ത ചില ഹോസ്പിറ്റലിൽ എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ ചികിത്സകളും മെഡിസപ്പിൽ ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള എന്നാൽ അടിയന്തര സാഹചര്യം വന്നപ്പോൾ പദ്ധതി ഇല്ലാത്ത ഒരു ആസ്പത്രിയിൽ ചികിത്സിക്കേണ്ടി വന്നാൽ അത്തരം അസുഖങ്ങൾക്ക് അങ്ങനെയുള്ള അസുഖങ്ങൾ നേരത്തെ 3 അസുഖങ്ങളെ ഉണ്ടായിരുന്നു അത്തരത്തിൽ. ആ 3-ൽ നിന്ന് ഇപ്പോൾ അത്തരം അസുഖങ്ങൾ 13 എണ്ണമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അടിയന്തര സാഹചര്യങ്ങളിൽ പദ്ധതി ഇല്ലാത്ത ആസ്പത്രികൾ ചികിത്സിക്കുകയും അവർക്ക് പണം ലഭിക്കുകയും അങ്ങനെയുള്ള അസുഖങ്ങളായിരിക്കും അതിൻ്റെ അസുഖങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ 3 തരം അസുഖങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ 13 ആക്കി ഉയർത്തിയിട്ടുണ്ട്. മറ്റൊരു സവിശേഷത എന്താന്ന് പറഞ്ഞാൽ മുറിവാടക. നേരത്തെ മുറിവാടകയുടെ കാര്യത്തിലൊക്കെ വലിയ അനിശ്ചിതത്വമായിരുന്നു. അതിപ്പോൾ 5000 രൂപ വരെ അപ് ടു 5000 ആക്കിയിട്ടുണ്ട്. ഇനി ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലാണെങ്കിൽ പേവാർഡ് ചാർജായിട്ട് 2000 രൂപ വരെ മെഡിസെപ്പിൽ ലഭിക്കുന്നതാണ്. മറ്റൊരു സവിശേഷത ആസ്പത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് 3 ദിവസം മുമ്പുള്ള ചികിത്സയ്ക്ക് പ്രാഥമികമായിട്ട് വേണ്ട ചികിത്സാ സംവിധാനങ്ങൾക്കും അല്ലെങ്കിൽ നേരത്തെ ആദ്യം ഔട്ട് പേഷ്യൻ്റായിട്ട് തുടങ്ങി ഔട്ട് പേഷ്യൻ്റായി 3 ദിവസം കഴിഞ്ഞിട്ട് ഇൻപേഷ്യൻ്റ് ആയാലും ആ ഔട്ട് പേഷ്യൻ്റ് പീരീഡിൽ വേണ്ടി വന്ന ചികിത്സയുടെ ചെലവും ആസ്പത്രിയിൽ നിന്ന് വിടുതൽ ചെയ്തതിന് ശേഷം ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം 5 ദിവസം വരെയുള്ള ആഫ്റ്റർ ഡിസ്ചാർജ് 5 ദിവസം വരെയുള്ള ചെലവും നമ്മൾ ഈ മെഡിസെപ്പ് ക്ലെയിമിൽ വരുത്താം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും രണ്ടാമത്തെ മെഡിസെപ്പിൻ്റെ ഒരു സവിശേഷതയായിട്ട് പറയാൻ കഴിയുന്നത്. മറ്റൊന്ന് ഈ ഹോസ്പിറ്റലുകൾക്ക് നമ്മളുടെ ബയോഡേറ്റാസ് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി നമ്മളുടെ മെഡിസപ്പ് ID കാർഡിൽ QR കോഡ് സംവിധാനം വരുത്തുന്നുണ്ട്.
അപ്പോൾ QR കോഡ് സ്കാൻ ചെയ്യുന്നതോടുകൂടി നമുക്ക് നമ്മളുടെ ഈ ക്ലെയിമൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഓർ പേഷ്യൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടാൻ കുറച്ചുകൂടി സഹായകരമാവും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മെഡിസപ്പിനെ സംബന്ധിച്ചിട്ടുള്ള പരാതി ഒരു ത്രിതല പരാതി പരിഹാര സെല്ല് രൂപീകരിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് എന്നതാണ് മറ്റൊരു കാര്യമായിട്ട് പറയാനുള്ളത്. ഇനി മറ്റൊന്ന് പറയുന്ന കാര്യങ്ങളാണ്. ആസ്പത്രിയുടെ ചൂഷണം ഇല്ലാതാക്കാൻ. ആസ്പത്രിയുടെ ചൂഷണം എന്ന് പറഞ്ഞാൽ ചില ഹോസ്പിറ്റലുകളെ സംബന്ധിച്ചിടത്തോളം മെഡിസപ്പ് ഉള്ള ആളാന്ന് കേട്ടാൽ വളരെ സന്തോഷമാണ്. എന്താ കാരണം? ആ മെഡിസപ്പ് ഉള്ള ആളുടെ പേരിൽ മാക്സിമം ഗുളികകൾ, മാക്സിമം എമൗണ്ട്, ടെസ്റ്റുകൾ എല്ലാം ഏർപ്പെടുത്തി ആ ക്ലെയിമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. അപ്പം അങ്ങനെ ക്ലെയിം ചെയ്യുമ്പോൾ ഒരു ദുരുപയോഗം ചെയ്യലാണ് ശരിക്കും. അത് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് നഷ്ടം വരികയും മറ്റുള്ള ക്ലെയിമൻസിന് അതേപോലെ ക്ലെയിം ചെയ്ത എമൗണ്ട് മുഴുവനായിട്ട് കൊടുക്കാൻ പറ്റാത്തയൊക്കെ അവർ കട്ട് ചെയ്യുന്ന രീതിയൊക്കെ വരുന്നത് അത്തരം ചൂഷണം നടക്കുന്നത് കൊണ്ടാണ്. ആ ചൂഷണം തടയാൻ വേണ്ടി കർശന നടപടികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 2 വർഷം ഉള്ളതിൽ രണ്ടാമത്തെ വർഷം 5% പ്രീമിയം കൂടുതൽ ഉണ്ടാവും. നിലവിലുള്ള പ്രീമിയത്തിൻ്റെ 5% കൂടി പ്രീമിയം കൂടുതൽ ഉണ്ടായിരിക്കും 2ാം വർഷം എന്നാണ് മറ്റൊരു സവിശേഷത. ഈ ഹോസ്പിറ്റലുകളും ചികിത്സകളും ഏതൊക്കെയാണെന്ന് എംപാനൽ ചെയ്ത ലിസ്റ്റ് പുറത്തേക്ക് വന്നിട്ടില്ല എന്ന കാര്യവും ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം ഇത് തിരുത്തേണ്ട സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോസ്പിറ്റലിൽ ഒരു ക്ലെയിം നടത്തണമെങ്കിൽ നമുക്ക് ആസ്പത്രിയിൽ മെഡിസപ്പ് ID കാർഡും ഒരു ID കാർഡും കൊടുക്കണം. മെഡിസപ്പ് ID കാർഡ് കൊടുക്കണം. അതുപോലെ ഒരു ID കാർഡ്, നമ്മളെ സംബന്ധിക്കുന്ന ഒരു ID കാർഡ് കൊടുക്കണം. ഇത് തമ്മിലാണ് മിസ്മാച്ച് ഉണ്ടാവരുത് എന്ന് പറയുന്നത്. അഡ്രസ്സിലോ ക്ലെയിമിൻ്റെ ആധാർ കാർഡ് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്ന് ആ ക്ലെയിം നിഷേധിച്ചു കഴിഞ്ഞാൽ, റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഉത്തരവാദികൾ നമ്മളും DDOമാരും മാത്രമായിരിക്കും. ഇനി ഇതിൽ നമുക്ക് നമ്മളെ സഹായിക്കാൻ വേണ്ടി മെഡിസപ്പിന് നോഡൽ ഓഫീസർമാരുണ്ട്. അതേപോലെ ഹെൽപ്പ് ലൈന് ഉണ്ട്. അതെല്ലാം സൈറ്റിൽ അവൈലബിൾ ആണ്. നോഡൽ ഓഫീസർമാരുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, ഹെൽപ്പ് ലൈൻ ഇതൊക്കെ നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആണ്. മറ്റൊരു സവിശേഷത എന്താണ്? നമ്മൾ ആശ്രിതരായി ചേർക്കുന്നവർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അല്ലെങ്കിൽ അതിന് തുല്യമായി പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. മറ്റൊരു പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ ആശ്രിതരായിട്ട് ചേർക്കാൻ കഴിയില്ല. ഇപ്പം സാമൂഹ്യക്ഷേമ പെൻഷനിൽ തുല്യമായിട്ടുള്ളത് വിധവാ പെൻഷൻ ഉണ്ട്, അംഗവൈകല്യമുള്ളവർക്കുള്ള അതെല്ലാം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന. അതിന് പുറമേ ഉള്ള വലിയ പെൻഷനുകൾ വാങ്ങുന്നവരാണെങ്കിൽ അവരെ ആശ്രിതരായിട്ട് ചേർക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആശ്രിതരെ മാത്രമേ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു പെൻഷനറാണെങ്കിൽ പെൻഷനറുടെ സ്പൗസിനെ മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ഒരാളെ കൂടി ഉൾപ്പെടുത്താം, അതായത് ഭിന്നശേഷിക്കാരായ മക്കൾ, അവർ മാത്രമേ പെൻഷനർക്ക് പറ്റുള്ളൂ. ഇനി പെൻഷനിൽ ഭർത്താവ് പെൻഷനറാണ്, ഭാര്യയും പെൻഷനറാണെങ്കിൽ ഭർത്താവിൻ്റെ ആശ്രിതയല്ല ഭാര്യ, രണ്ടും രണ്ടാണ്. അവിടെ ആശ്രിതയുടെ സ്ഥാനത്ത് ഡിപ്പെൻഡൻ്റ് സ്ഥാനത്ത് ഭാര്യ വെക്കേണ്ട കാര്യമില്ല. കാരണം ഭാര്യയ്ക്ക് ഒരു മെഡിസപ്പ് ID ഉണ്ട്. എന്നാൽ മക്കളെ ഈ ഒരു കുട്ടിയാണ് ഉള്ളതെങ്കിൽ ആ കുട്ടി ഭിന്നശേഷിയുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ അച്ഛൻ്റെ ആശ്രിതയായിട്ടോ അമ്മയുടെ ആശ്രിതയായിട്ടോ വെക്കാൻ വേണ്ടി കഴിയും. എന്നോട് പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് ഞാൻ വരാം. നമ്മൾ ഭാര്യ ജോലി ഇല്ലാത്ത ഒരാളാണ്, ഭർത്താവിന് മാത്രമാണ് ജോലി, ഭാര്യയുടെ അച്ഛനെയും അമ്മയും വെക്കാൻ പറ്റില്ല എന്നാണ് ഉത്തരം. നമ്മളുടെ ആശ്രിതര് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ജീവനക്കാരൻ്റെ അച്ഛൻ അമ്മ, ജീവനക്കാരൻ്റെ സ്പൗസ്, ജീവനക്കാരുടെ മക്കൾ. 25 വയസ്സ് വരെയുള്ള മക്കളെ ജീവനക്കാർക്ക് ആശ്രിതരായിട്ട് വെക്കാം, അല്ലെ ജോലി ഇല്ലാത്തവരായിരിക്കണം. 25 വയസ്സ് കഴിഞ്ഞാൽ ഭിന്നശേഷിയായിട്ടുള്ള മക്കളെ മാത്രമേ ആശ്രിതരായിട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സഹോദരങ്ങൾ ഒരിക്കലും, സഹോദരനോ സഹോദരിയോ ഡിപ്പെൻഡൻ്റ് അല്ല. ഭാര്യയുടെ അച്ഛനും അമ്മയോ ഡിപ്പെൻഡൻ്റ്. ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ
ഇവിടെയാണ് വ്യത്യാസം. ഭാര്യയ്ക്ക് ജോലിയുള്ള ഒരാളാണെങ്കിൽ അവരുടെ ഡിപ്പെൻഡായിട്ട് അച്ഛനെയും അമ്മയും വെക്കാം. പക്ഷെ അപ്പോഴും ഏതെങ്കിലും ഇവർ തമ്മിലുള്ള അഡ്രസ്സ് നമ്മൾ ഈ മിസ്മാച്ച് ആയാൽ ശരിയാവില്ല. നമ്മുടെ ആധാറിലുള്ള അഡ്രസ്സിൽ തന്നെ ആയിരിക്കണം ഈ പിന്നെന്താ പറയണ്ടേ, ആശ്രിതയായിട്ടുള്ള അച്ഛനും അമ്മയും താമസിക്കുന്നു. ഇപ്പൊ ഭാര്യയുടെ അച്ഛനും അമ്മയും വേറെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ, ഭാര്യ വേറെ വീട്ടിൽ, ഭാര്യയുടെ അഡ്രസ്സ് വേറെ വീട്ടിൽ, ഭാര്യയുടെ അച്ഛൻ്റെ അമ്മയുടെ അഡ്രസ്സ് വേറെ വീട്ടിലാണെങ്കിൽ ഭാര്യയുടെ ആശ്രിതയല്ല യഥാർത്ഥത്തിൽ ആ അച്ഛനും അമ്മയും എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഒന്നുകിൽ ഭാര്യയ്ക്ക് ജോലിയുണ്ട് മാത്രം, ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ ഭാര്യയുടെ അച്ഛനും അമ്മയും ചേർക്കണമെങ്കിൽ ഭാര്യ ഉൾപ്പെടുന്ന റേഷൻ കാർഡിലായിരിക്കണം അവരുടെ പേര്, എന്നാൽ കുഴപ്പമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ആ വീട്ടിലായിരിക്കുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ആധാർ കാർഡിൽ ഈ അഡ്രസ്സ് തന്നെയായിരിക്കുമല്ലോ ഉണ്ടാവുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ കുഴപ്പമില്ല. അല്ലാത്തതിൽ ഇത് അനുവദനീയമല്ല, നടക്കുന്ന കാര്യമല്ല. പിന്നെ മെഡിയേഴ്സ് പോർട്ടലിൽ എല്ലാവരും ഇപ്പം 2013 ശേഷമുള്ളവരൊക്കെ തന്നെ NPS-ലുള്ളവരാണ്. അതുകൊണ്ട് മെഡിസ പോർട്ടലിൽ പ്രാൺ നമ്പർ കൂടി ചേർക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു കാറ്റഗറി ശമ്പളവും കുടുംബ പെൻഷനും ഉള്ളവർക്ക് ഒരു മെഡിസപ്പ് ID മാത്രമേ പാടുള്ളൂ. ശമ്പളമുണ്ട്, കുടുംബ പെൻഷനും ഉണ്ട്. അങ്ങനെയെങ്കിൽ ശമ്പളത്തിൽ നിന്ന് മാത്രമേ ഈ മെഡിസപ്പിന്റെ പ്രീമിയം പിടിക്കാവൂ. പിന്നെ കുടുംബ പെൻഷനിൽ നിന്ന് പിടിക്കാൻ പാടില്ല. രണ്ടിനും കൂടി ഒരു ID മാത്രമേ പാടുള്ളൂ. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി കുടുംബ പെൻഷൻ, ഫാമിലി പെൻഷന് ആശ്രിതർ എന്ന് പറയുന്ന ഒരാളില്ല. അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. ഫാമിലി പെൻഷനറെ സംബന്ധിച്ചിടത്തോളം ആശ്രിതര് ഇല്ല. നേരത്തെ ഉണ്ടായിരുന്ന പിന്നെ മക്കളെ, അതാണ് അതിനെ സംബന്ധിച്ച് കൂടുതൽ പറയണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആശ്രിതർ ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ബാങ്കിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവർ ട്രഷറിയിൽ തന്നെയാണ് ഇതിൻ്റെ തിരുത്ത് കൊടുക്കേണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാങ്കിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ട്രഷറിയിലാണ്. ഇപ്പോൾ ട്രഷറി ബാങ്കിങ് ട്രഷറി ആയിരിക്കും അത്. അത്തരം സാഹചര്യത്തിലും കാര്യങ്ങളൊക്കെ ട്രഷറിയിൽ തന്നെയാണ് നമ്മൾ സൂചിപ്പിക്കേണ്ടത്. ഇനി ഇപ്പോഴത്തെ ഒരു സംവിധാനം വെച്ചിട്ട് NPS-കാർക്ക് റിട്ടയർ ചെയ്തവർക്ക്, NPS-ൽ റിട്ടയർ ചെയ്തവർക്ക് വേണമെങ്കിൽ മെഡിസപ്പിൽ ചേരാം. അവർ 1 വർഷത്തെ പ്രീമിയം മുൻകൂറായിട്ട് അടയ്ക്കേണ്ടതാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുതിയതായിട്ട് ജനിച്ച കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റിനോടൊപ്പം ആധാർ കാർഡ് ഇല്ല എങ്കിൽ, ആധാർ കാർഡും വേണം. ആധാർ കാർഡ് എടുക്കാൻ വേണ്ടി ഇത്ര വയസ്സ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എത്ര വയസ്സുള്ളവർക്കും എത്ര മാസമുള്ളവർക്കും ആധാർ കാർഡ് എടുക്കാനുള്ള സംവിധാനം ഉണ്ട്. അപ്പോൾ അത്തരം ആധാർ കാർഡ് ഇല്ല എങ്കിൽ ആ കുട്ടിയുടെ രക്ഷിതാക്കളുടെ പേരൻറ്റിൻ്റെ റേഷൻ കാർഡ് നമ്പർ ചേർത്താൽ മതി. അത് ചേർക്കണം. ആ റേഷൻ കാർഡിൽ ഒരു സംഖ്യ കുറവുണ്ടെങ്കിൽ ആദ്യത്തെ 2 സംഖ്യകൾ 0 ഇട്ടാൽ മതി. അതിനുശേഷം റേഷൻ കാർഡ് നമ്പർ ചേർക്കേണ്ടതാണ്. അത് കുട്ടിയുടേതല്ല, കുട്ടി ഉൾപ്പെട്ടിട്ടും ഉണ്ടാവില്ല റേഷൻ കാർഡിൽ. പക്ഷേ കുട്ടിയുടെ പേരൻറ്റിൻ്റെ റേഷൻ കാർഡ് നമ്പർ അതിൽ ആധാറിന് പകരമായിട്ട് ആധാർ ഇല്ലെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് എംപ്ലോയീസ് ലോഗിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ യാതൊരു വിധത്തിലും എംപ്ലോയീസിനോ പെൻഷനേഴ്സിനോ ലോഗിൻ ചെയ്തത് കിട്ടുന്നില്ല എങ്കിൽ, നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽസ് കിട്ടുന്നില്ല എങ്കിൽ നമ്മളുടെ DDO-യെ സമീപിച്ച് ആ DDO വഴി കയറണം. DDO നമ്മൾ ലോഗിൻ ചെയ്യുന്നതും DDO ലോഗിൻ ചെയ്യുന്നതും രണ്ടും 2 വഴിയിലാണ്. ഇപ്പം നമ്മൾ പോകുന്ന വഴിയിലൂടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ DDO പോകുന്ന വഴി ഓക്കെ ആയിരിക്കാം. അപ്പോൾ DDO-യ്ക്ക് ഒരു സ്ഥാപനത്തിലെ എല്ലാവരുടെയും ഡീറ്റെയിൽ കാണാൻ വേണ്ടി കഴിയും. 1 by 1 ആയിട്ട് എടുത്തിട്ട് തിരുത്താൻ വേണ്ടി കഴിയും. അപ്പോൾ അവിടെ നിങ്ങൾക്കത് കാണാനും, അപ്പോൾ DDO-യും നിങ്ങളും തമ്മിൽ കുറച്ച് വളരെ അടുപ്പമുള്ളവരായിരിക്കുമല്ലോ ഓഫീസുകളിലൊക്കെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ നിങ്ങളെ പരമാവധി DDO സഹായിക്കും. അതുകൊണ്ട് ആ റൂട്ടിൽ പോയാൽ മതി. എന്നാൽ ട്രഷറിയിൽ അത്രത്തോളം അങ്ങ് നടക്കണമെന്നില്ല. ഒരു വിധത്തിലും രക്ഷയില്ലെങ്കിലും മാത്രമേ ട്രഷറി ഓഫീസറോട് കാര്യം പറഞ്ഞ് ട്രഷറി ഓഫീസറുടെ റൂട്ടിൽ ഒന്ന് പെൻഷനേഴ്സിൻ്റെ ഡീറ്റെയിൽ ചെക്ക് ചെയ്ത് തിരുത്തണം. എന്ത് തന്നെ വന്നാലും. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്ത് തന്നെ വന്നാലും നമ്മൾ സെപ്റ്റംബർ 15-നുള്ളിൽ മറ്റൊരു ദിവസം നീട്ടിവെക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എനിവേ 1/10/2025 ഇത് ആരംഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതിന് മുന്നേ ഈ പറയുന്ന കട്ട് ഓഫ് ഡേറ്റിനുള്ളിൽ തന്നെ നമ്മളും തിരുത്തുക,
തിരുത്താൻ നമുക്കറിയാലോ, എംപ്ലോയീസിനോ പെൻഷനേഴ്സിനോ സ്വന്തമായി തിരുത്താനുള്ള ഒരു അവകാശവും ഇല്ല, തിരുത്തൽ നടക്കില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ പിന്നെ ഓൺലൈനായിട്ട് തിരുത്താവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പലരും. അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല. കാരണം എന്താ? തിരുത്തേണ്ടത് നമ്മളല്ല. നമുക്ക് തിരുത്തണമെന്ന് അപേക്ഷ കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. തിരുത്തേണ്ടത് പെൻഷനേഴ്സിന്റെ ആണെങ്കിൽ ട്രഷറി ഓഫീസറും പിന്നെ ജീവനക്കാരുടെ ആണെങ്കിൽ DDOമാരുമാണ്. അപ്പൊ അതുകൊണ്ട് ഓൺലൈൻ തിരുത്തലും സംവിധാനവും ഒന്നും ഇല്ല എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക. വീഡിയോ ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ആദ്യം ഇത് പിന്നെ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ എംപ്ലോയീസിന് ഒരു പ്രത്യേക സർക്കുലർ ഇറങ്ങുമെന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സർക്കുലർ ഇറങ്ങില്ല. ഈ 15-നുള്ളിൽ തന്നെ അവരും തിരുത്തണം. തിരുത്തുണ്ടെങ്കിലേ തിരുത്തണ്ടൂ. ഒരു പ്രശ്നം ഇല്ലാത്തവർ അത് അങ്ങനെ തന്നെ പോയിക്കോട്ടെ, നമുക്കൊന്നും ചെയ്യേണ്ടതില്ല എന്ന കാര്യം ഒരിക്കൽ കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ സഹായകരമാകുന്നുണ്ടെങ്കിൽ, ഞാൻ മെഡിസപ്പ് മാത്രമല്ല പലതരം സർവീസ് മാറ്റേഴ്സ് അത്തരം കാര്യങ്ങളൊക്കെ പിന്നെ ഡിപ്പാർട്ട്മെന്റ് ക്ലാസ്സിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, പ്രയോജനപ്രദമാകുന്നു എന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു പ്രോത്സാഹനം തരണം എന്ന ഒരു അപേക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി തിരുത്തണം, തിരുത്തുണ്ടെങ്കിൽ തിരുത്തണം എന്ന ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.